ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഗാർഡൻ കാണിച്ചു തരാമെന്ന് വെച്ചു കേട്ടോ. ആദ്യം തന്നെ റോസാപ്പൂവിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇതാണ് എൻ്റെ റെഡ് റോസ് കേട്ടോ, നാടൻ റോസ് എന്നൊക്കെ പറയണതാണ് കേട്ടോ. പിന്നെ അത് പിങ്ക് നിറത്തിലുള്ള റോസാണ്. പിന്നെ വൈറ്റ് റോസ്. പിന്നെ ഇത് യെല്ലോ റോസാണ് കേട്ടോ. അത് വിരിഞ്ഞ് മൊട്ടാണ് കേട്ടോ, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. മുമ്പ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുള്ള അടയാളമാണ് കേട്ടോ. അത് കണ്ടോ, മുമ്പ് വിരിഞ്ഞതിൻ്റെ കളറ് മാറി കേട്ടോ. യെല്ലോ റോസാണ്. ഇതെൻ്റെ ഓർക്കിഡാണ് കേട്ടോ, വയലറ്റ് നിറത്തിലുള്ള ഓർക്കിഡ്. കുറേ ആയിട്ടൊരു വീഡിയോ, ഇങ്ങനത്തെ ഒരു ഗാർഡൻ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട്. ഇതെൻ്റെ വൈറ്റ് ജമന്തിയാണ്. പിന്നെ യെല്ലോ ജമന്തി ഉണ്ട് കേട്ടോ. കണ്ടോ, അത് കുഞ്ഞു മൊട്ടിട്ടിട്ടുള്ളൂ ഒക്കെ. ഇത് പിന്നെ ചെണ്ടുമല്ലി അങ്ങനെയുള്ളതാണ് കേട്ടോ. ആകെ കാട് പിടിച്ച് കിടക്കണ്ട. ഇത് മാങ്ങാനാറി പൂന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ പാലക്കാട് അതിന് മാങ്ങാനാറി അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതിൻ്റെ യെല്ലോ ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, അങ്ങനെ. ഇതൊരു വള്ളിപ്പൂവാണ് കേട്ടോ, ഇങ്ങനെ വള്ളിയായിട്ട് പടർന്ന് വിടുക. പിന്നെ ഇത് കാശിത്തുമ്പം, മെറൂൺ നിറത്തിലുള്ള കാശിത്തുമ്പം. ഇത് വയലറ്റാണ് കേട്ടോ. അത് നിറയെ പൂവുണ്ടായിരുന്നു, ഇപ്പോൾ പൂവില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചെടി കേട്ടോ, ഇലച്ചെടികളായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കൊങ്ങിണി പൂവാട്ടോ. നമ്മുടെ പണ്ട് പറമ്പിലൊക്കെ കാണുന്ന ഇത് ശംഖുപുഷ്പം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വയലറ്റ് നിറത്തിലുള്ള ശംഖുപുഷ്പം. അതാണ് കേട്ടോ. അതിൽ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പൂക്കളുള്ള സമയത്ത് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ, എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ആകെ പടർന്ന് കാട് പിടിച്ച് ഭംഗിയില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കളേ ഉള്ളൂ കേട്ടോ. അത്ര ഭംഗി തോന്നില്ല. ഇത് പച്ചമുളകാണ് കേട്ടോ അത്. പിന്നെ ഇത് ചീനി മുളക്, അതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നിറയെ യെല്ലോ റോസിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ആ പൂക്കൾ വിരിയട്ടെ എന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് അതിനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടപ്പോൾ ഉള്ള പൂക്കൾ വെച്ചിട്ട് കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. വെറുതെ ഒരു സമയം പോക്ക് അങ്ങനെ എടുത്തതാണ് കേട്ടോ. കാണാൻ റോസൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ റെഡ് റോസിൽ, നാടൻ റോസിൽ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. അത് വെട്ടിക്കൊടുക്കും തോറും അതിൽ നിറയെ എപ്പോഴും പൂക്കളുണ്ടാവും. പിന്നെ ആ വൈറ്റ് റോസിൽ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇതാണ് കേട്ടോ യെല്ലോ റോസ്. ഞാൻ മുമ്പ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വയലറ്റ് കാശ്